എം ലിജു കായംകുളം മണ്ഡലത്തിൽ നിന്നുള്ള നാലാമത്തെ മന്ത്രി. പി.കെ. കുഞ്ഞിൽ തുടങ്ങിയ കായംകുളത്തിന്റെ മന്ത്രിചരിത്രം തച്ചടി പ്രഭാകരൻ, എം ഹസൻ എന്നിവരിലൂടെ കടന്നാണ് ലിജുവിൽ എത്തുന്നത്. വി.ഡി. സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ മന്ത്രിസഭാംഗമായ എം ലിജുവിലൂടെ കായംകുളം മണ്ഡലത്തിന് ലഭിക്കുന്നത് നാലാമത്തെ മന്ത്രി പദവിയാണ്. പി.കെ. കുഞ്ഞ്, തച്ചടി പ്രഭാകരൻ, എം ഹസൻ എന്നിവർക്ക് ശേഷമാണ് എം ലിജു കായംകുളം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് വിജയിച്ച് മന്ത്രിയായിരിക്കുന്നത്. കായംകുളത്ത് കോൺഗ്രസിന്റെ മൂന്നാമത്തെ മന്ത്രിയുമാണ് എം ലിജു. പി.കെ. കുഞ്ഞിലൂടെയാണ് കായംകുളത്തിന്റെ മന്ത്രി ചരിത്രം തുടങ്ങുന്നത്. 1967 ധനമന്ത്രി പദവിയിലെത്തിയ പി.കെ. കുഞ്ഞ് കേരള ഭാഗ്യക്കുറി ഉൾപ്പെടെ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കി ശ്രദ്ധേയനായിരുന്നു. പിന്നീട് തച്ചടി പ്രഭാകരനും എം ഹസനും മന്ത്രിയായി. കായംകുളം മണ്ഡലത്തിൽ നിന്നുള്ള മന്ത്രിയല്ലെങ്കിലും എം.കെ. ഹേമേന്ദ്രനും ധനമന്ത്രിയായിട്ടുണ്ട്. അമ്പലപ്പുഴയിൽ നിന്നും 2 തവണയും കായംകുളത്തു നിന്ന് 1 തവണയും പരാജയപ്പെട്ട ലിജു ഇത്തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ അട്ടിമറി വിജയം നേടിയാണ് കായംകുളത്തിന്റെ ജനപ്രതിനിധിയാകുന്നത്. കായംകുളത്തെ മന്ത്രി ചരിത്രത്തിൽ പി.കെ. കുഞ്ഞും തച്ചടി പ്രഭാകരനും ധനകാര്യ വകുപ്പാണ് ഭരിച്ചിരുന്നത്. എം ഹസനാകട്ടെ പാർലമെന്ററി കാര്യവും പ്രവാസികാര്യ വകുപ്പും കൈകാര്യം ചെയ്തു. ഇപ്പോൾ എം ലിജുവിന് നൽകിയിരിക്കുന്നത് എക്സൈസ് വകുപ്പും സഹകരണ വകുപ്പുമാണ്. ഓണാട്ടുകരയുടെയും പ്രത്യേകിച്ച് കായംകുളത്തിന്റെയും വികസന പ്രവർത്തനങ്ങൾക്ക് ലിജുവിന്റെ മന്ത്രിപദം തീർച്ചയായും കരുത്തു പകരുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ദേശീയപാതയിലെ ഉയരപാത, കായംകുളം താലൂക്ക് ഉൾപ്പെടെയുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിൽ ലിജുവിന്റെ മന്ത്രിപദം കരുത്താകുമെന്നാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. ആദ്യമായി നിയമസഭയിലെത്തുമ്പോൾ മന്ത്രിയായി പരിഗണിച്ചതിൽ സന്തോഷമുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം എം ലിജു പറഞ്ഞത്. ഹരിപ്പാട് ചെറുതന ആനാരിയിലാണ് എം ലിജുവിന്റെ വീട്. കാർത്തികപ്പള്ളി സെന്റ് തോമസ് HSSലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. തുടർന്ന് നങ്ങ്യാറോളങ്ങര TKMM കോളേജിൽ നിന്ന് ബിരുദവും തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് LLM നേടി. KPCC വൈസ് പ്രസിഡന്റും രാഷ്ട്രീയകാര്യ സമിതി അംഗവുമാണ്. ഇപ്പോൾ CDNet ന്യൂസ്, കായംകുളം.